ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഭാമ ഒന്ന് പറയാണ്, ചന്ദ്രേ കളിക്കണ്ട, ഡാൻസ് കളിക്കണ്ട, ഇതേ വേറെ ആരുമല്ല, ശ്രുതിയായിരുന്നു, കുട്ടികളൊന്നും അല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര, അയ്യോ എൻ്റെ നടു ഒടിഞ്ഞത് മിച്ചം, ഇവളായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ആ മൂലക്ക് പോയിരിക്കുകയാണ്. എന്താ ആൻറ്റി, പിള്ളേർ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല ശ്രുതി നീ എന്താ ഇവിടെ? അത് പിന്നെ എനിക്കൊരു വർക്കുണ്ടായിരുന്നു, ആ വർക്കിന് പോയതാണ് ഞാനെന്ന് പറയാം. അപ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ആൻറ്റിയെ കാണാനായിട്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതെന്ത് പറ്റി ആൻറ്റിക്ക്, ആൻറ്റി എന്നാ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആൻറ്റി എന്തു പറ്റി ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാമ, എൻ്റെ പൊന്നു ശ്രുതി, ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയതാണല്ലോ, അപ്പോൾ ഒരു ഈച്ചക്കുഞ്ഞു പോലും പഠിക്കാനായിട്ട് വരുന്നില്ല, ആ ഒരു വിഷമത്തിലാണ് ചന്ദ്ര. എന്ത് ചെയ്യാനാണ്, കുട്ടികളെ കിട്ടാത്തതിന് നമുക്കിപ്പോൾ വല്ലതും ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആൻറ്റി സങ്കടപ്പെടേണ്ട ആൻറ്റി, കുട്ടികളൊക്കെ ആൻറ്റിയെ തേടി വരും, അതുകൊണ്ടേ ആൻറ്റി അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാൻ ആൻറ്റിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി നന്നായിട്ട് ഡാൻസ് പഠിപ്പിക്കുമെന്നും നല്ല രീതിയിൽ ആൻറ്റിക്ക് ഡാൻസ് അറിയാമെന്നും കുട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണമെന്നൊക്കെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട ചന്ദ്ര സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കണം. മോളെ നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ അവരൊക്കെ പിള്ളേരെ ചേർക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. കേട്ടോ ബാമേ, എൻ്റെ മോള് പറയുന്ന കേട്ടോ, ഇതാണ് സ്നേഹമുള്ള മരുമകള്. പക്ഷേ രേവതിയായിരുന്നെങ്കിലോ എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് മുഴുവനും നടന്നാനായിരുന്നു. അവൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അതാണ് പണക്കാരി വീട്ടിലെ പെണ്ണും പാവപ്പെട്ട വീട്ടിൽ പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഭാമയ്ക്ക് മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ, വീട് ആൻറ്റി, ദേ നിങ്ങൾക്ക് വേണ്ടേ നല്ലൊരു അടിപൊളി ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വർക്കിന് പോയില്ലേ, അവിടുത്തെ വീട്ടുകാർ തന്നതാ, ദേ നോക്കിക്കണ്ടേ, കഴിച്ചു നോക്കിയേ എന്ന് പറഞ്ഞപ്പോഴേ കാണാം മോളെ. അയ്യോ, എങ്കിലേ വിശന്നിട്ട് രക്ഷയില്ല. അപ്പോൾ ഭാമ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഫുഡായിട്ട് ശ്രുതി എത്തിയത്. ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് എടുത്തിട്ട് വന്ന് ഇവർക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, ഇതിൻ്റെ മണം തന്നെ അടിപൊളി, എനിക്ക് കൊതിയാവുന്നു, കഴിച്ചു ആൻറ്റി, രുചിച്ച് നോക്കിയാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ്. നല്ല അടിപൊളി ഫുഡാണല്ലോ. അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിയുടെ ലക്ഷ്യം ആ പണം മോഷ്ടിക്കുക എന്നതാണല്ലോ. അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ്, ഇതെന്താ മീര വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല, ഇതെന്താ വിളിക്കാതെ? അങ്ങനെ പെട്ടെന്ന് തന്നെ മീര വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുക. ഹലോ മേഡം, കേൾക്കാം മേഡം, പറഞ്ഞ മേഡം, അങ്ങനെയാണോ മേഡം? ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ ആൻറ്റി, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാട്ടോ. പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറഞ്ഞു വിടുക. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് ഭാമ കാണിച്ചു കൊടുത്ത അലമാരയുടെ സൈഡിലേക്ക് എത്തുകയാണ് ഇവിടെ ശ്രുതി. അതിനുശേഷം പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഭാമ ഒളിപ്പിച്ച് വെച്ച ആ ഒരു 2 ലക്ഷം രൂപ ശ്രുതി കയ്യിലേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ സംസാരം നിർത്താനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് വരികയാണ്. ശരി മേഡം, ഓക്കെ മേഡം, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ വർക്ക് ചെയ്ത് തന്നോളാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ആൻറ്റി ഫുഡൊക്കെ എങ്ങനെയുണ്ട് ആൻറ്റി? എൻ്റെ പൊന്നു മോളെ, അടുത്തെങ്കിൽ ഇത്രയും നല്ല ഫുഡ് ഞാൻ കഴിച്ചിട്ടേയില്ല. പിന്നെ രേവതി ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു, അവളുടെ ഫുഡ്. അപ്പോഴേക്കും ഭാമ, രേവതി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമല്ലോ, നല്ല ടേസ്റ്റ് ഇല്ലേ? പിന്നെ വായ വെക്കാൻ കൊള്ളത്തില്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവളുടെ ഫുഡ് കഴിക്കുന്നത് എന്ന് ചന്ദ്രൻ പറയാ. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഈ 2 ലക്ഷം രൂപയും കൊണ്ട് ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംശയം, ലാസ്റ്റ് അലമാരി നോക്കാൻ നേരത്ത് പൈസ കാണില്ല, അപ്പോൾ അവരെന്നെ സംശയിക്കും. അതുകൊണ്ട് ആൻറ്റിയോടൊപ്പം തന്നെ വീട്ടിലേക്ക് പോകാം, അതിനുശേഷം ആൻ്റണിയെ കാണാൻ ചെല്ലാം, അങ്ങനെ ആൻ്റണിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കാം, അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആകുമല്ലോ എന്നാണ് ശ്രുതി ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ രേവതിയാണെങ്കിൽ നല്ലൊരു അടിപൊളി സാരിയെ കൊടുത്തിട്ട് വന്നിരിക്കുക. രേവതിയെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുക സച്ചി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വർഷയും വരികയാണ്, അയ്യോ ചേച്ചി അടിപൊളിയായിട്ടുണ്ട് ചേച്ചി, നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അതെ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോ സച്ചിയേട്ടാ. ചേച്ചി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. വർഷേ ഇത് കുറച്ച് ഓവറായി പോയില്ലേ? ഓവറോ? ആര് പറഞ്ഞു ഓവറാന്ന്? ഒരു ഓവറോ അല്ല, ചേച്ചിയുടെ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കണ്ടേ? അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ ഒരു വേഷം കിട്ടിയത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യണം. ചേച്ചി ഇന്നെ ക്യാറ്റ് വാക്ക് ഒന്ന് ചെയ്തേ. അയ്യോ എനിക്കൊന്നും പറ്റില്ല.
എനിക്കതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല വർഷേ. ദേ ചേച്ചി, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ക്യാറ്റ് വാക്ക് ചെയ്യേണ്ടതെന്ന്. അതേപോലെ ചേച്ചി ഒന്ന് നടന്ന് കാണിച്ചാൽ മാത്രം മതി ചേച്ചി. അപ്പോഴേക്കും സച്ചി, നീ കാണിച്ചു കൊടുക്ക് വർഷേ, അവളത് ചെയ്തോളും. അങ്ങനെ വർഷ ക്യാറ്റ് വാക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി രേവതി ചെയ്യ് രേവതി എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാ, അയ്യോ എനിക്കറിയില്ല സച്ചിയേട്ടാ, ഇവള് നടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് ഇതേപോലെ ഒന്നും അറിയില്ല. വർഷ, ചേച്ചിക്ക് സാധിക്കും, എന്നെക്കാലം നന്നായിട്ട് ചേച്ചി ചെയ്യും. ചേച്ചി ഒന്ന് ചെയ്തു നോക്ക്, ഇത്രയും മാത്രം പോരെ, എന്നിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം, എന്നിട്ട് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വൈറലാക്കാനുള്ളതാ. ചേച്ചി നടന്നേ ചേച്ചി, നടക്കണോ നടക്ക് അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ക്യാറ്റ് വാക്ക് നടക്കുക. അപ്പോൾ രേവതി ക്യാറ്റ് വാക്ക് നടന്നു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ വർഷയ്ക്കും ഭയങ്കര സന്തോഷം തോന്നി. സച്ചിയാണെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക, അങ്ങനെ ഓരോ പോസുകളും ചെയ്യുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, ചേച്ചി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ചേച്ചി എത്ര നന്നായിട്ടാണ് ക്യാറ്റ് വാക്ക് ചെയ്തത്. ആണോ വർഷേ? നന്നായിട്ടാണോ? പിന്നെ അല്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് ചേച്ചി ക്യാറ്റ് വാക്ക് ചെയ്തത്. പിന്നെ എന്താണ് കുഴപ്പം? വർഷേ മതി മതി മതി, ഇനി ഇങ്ങനെയൊന്നും വേണ്ട. അയ്യോ പോരാ, ഇനിയും വേണം, ഇനിയും ക്യാറ്റ് വാക്ക് ഒക്കെ ചെയ്യണം, അതാണ് രസം. ചേച്ചി. അങ്ങനെ നമ്മുടെ രേവതി വീണ്ടും ക്യാറ്റ് വാക്ക് ചെയ്യുക. അപ്പോഴാണ് ദാ ശ്രീകാന്ത് വരുന്നത്. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ നിന്ന് പോവുകയാണ്. അയ്യോ ശ്രീകാന്ത്, എന്താ വർഷേ? അല്ല എന്താ രേവതി എന്ന് സച്ചി ചോദിക്കുക. ദേ ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മുടെ രേവതിയെ നോക്കുകയാണ്. അപ്പോൾ വർഷ, ശ്രീകാന്ത് വന്നതെന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം? ചേച്ചി അങ്ങോട്ട് ക്യാറ്റ് വാക്ക് ചെയ്യുന്നേ, എന്താ ഇവിടെ സംഭവം എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ, അത് വേറൊന്നുമല്ല ശ്രീകാന്തേ, ചേച്ചിയെ ഈ ഓഡിറ്റോറിയത്തിനും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനിയിപ്പോൾ പൂ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് ഞങ്ങൾക്ക് ചിലതൊക്കെ വൈറലാക്കണമല്ലോ. അപ്പോൾ ചേച്ചിയുടെ കുറച്ച് പോസ്റ്റും വീഡിയോസൊക്കെ എടുക്കുകയെന്നേ. അതാണ് രേവതി ഏട്ടത്തിക്ക് ഇത്ര മടി, അങ്ങോട്ട് ചെയ്യ് എന്ന് പറയാണ്. അങ്ങനെ രേവതി, അയ്യോ വേണോ, അത് വേണോടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക്, വേണം ഏട്ടത്തിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, അതങ്ങോട്ട് ചെയ്യ്, എല്ലാവരും ഒന്ന് കണ്ട് ആസ്വദിക്കട്ടേന്നേ. അങ്ങനെ വീണ്ടും ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ വർഷ പറയാ, ഇനി വേണ്ടത് കുറച്ച് പോസുകളാണ്. പോസുകളോ? എന്ത് പോസുകൾ? ഇതൊക്കെ മതി, ഞാൻ ഡ്രസ്സ് മാറാൻ പോകണം. അയ്യോ ഡ്രസ്സ് മാറാനൊന്നും സമ്മതിക്കില്ല, ഇനിയും കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട്, ഇനി കുറച്ച് പോസുകൾ ചെയ്യും. അപ്പോൾ എനിക്ക് പോസൊന്നും അറിയില്ല. അപ്പോൾ വർഷേ, നീ ആ പോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ചേച്ചി ഞാൻ പോസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ കുറച്ച് പോസുകളൊക്കെ കാണിച്ചു കൊടുക്കുക. ചേച്ചി ഇതേപോലെ ചേച്ചി ചെയ്താൽ മതി, ഞങ്ങൾ ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മുടെ രേവതി കുറച്ച് പോസുകളെല്ലാം കാണിക്കുക. അങ്ങനെ പോസുകളെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി ഒരു കപ്പിൾസ് വീഡിയോ ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ രേവതി ചേച്ചിയെ വീഴാൻ പോകുന്ന രീതിയിൽ പിടിക്കുകയും അങ്ങനെ പല പോസുകളായിട്ട് നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള പല പോസുകളുമാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ റെഡിയാണല്ലോ. അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ വീഴാൻ പോയപ്പോൾ രേവതിയെ വട്ടം പിടിക്കുകയും അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് സീനെല്ലാം അവിടെ കാണിക്കുകയാണ്. അപ്പോഴാണ് ദാ വരുന്നടാ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി വരിക. ഇവർ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, ദേ ശ്രുതി നീ ഇന്ന് കൊണ്ടുവന്ന ഫുഡില്ലേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ, ഇവിടെ ഫുഡ് മേടിച്ചോ? ഏട്ടൻ എനിക്ക് തരാഞ്ഞത്? എൻ്റെ ശ്രുതി ഫുഡ് മേടിച്ചല്ല, ഞാൻ ഇന്ന് വർക്കിന് പോയ വീടില്ലേ, ആ വീട്ടിലവർ തന്നതാ. ആ ഫുഡ് ഞാൻ ആൻറ്റി കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. എന്നിട്ട് എനിക്ക് കുറച്ചെങ്കിലും തന്നോ ശ്രുതി നീയാ? ഇനി അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എനിക്കാ തരേണ്ടത്. ഞാനാണ് ബിസിനസ് മാഗ്നറ്റ്, അല്ലാതെ അമ്മയല്ല. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ പൊന്നാൻറ്റി, എന്താ ചെയ്യേണ്ടത് ഇവരെയൊക്കെ? അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറുക. അപ്പം നേരെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച, സച്ചിയാണെങ്കിൽ ഏതോ ഒരു പെണ്ണിനെ ഇങ്ങനെ സാരിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ രേവതിയുടെ മുഖം കാണുന്നില്ല. ഒരു സാരി ഗെറ്റപ്പിൽ നല്ലൊരു അടിപൊളി ഗെറ്റപ്പിലാണല്ലോ രേവതി നിൽക്കുന്നത്. അപ്പോൾ രേവതിയുടെ മുഖം കാണുന്നില്ല. അപ്പോൾ ഇവർ വിചാരിച്ചു ഇത് ഏത് പെണ്ണാന്ന്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, അമ്മേ ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം, ഇതൊന്ന് നോക്കിക്കണ്ടേ. അപ്പോൾ ഇവരും കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തും ആണെങ്കിൽ ദേ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇവന് ഏത് പെണ്ണിനെ കൊണ്ടുവന്നത്? എടാ എന്താണ് ഈ വീട്ടിൽ കാണിക്കുന്നത്? ഏത് പെണ്ണിനെയാടാ നീ ഇവിടെ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ഏതാടാ ഇവള് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ
രേവതിയാണില്ലേ ഏതാ ഇവിടെ നിന്നോ എവിടെ നിന്ന് കൊണ്ടുവന്ന പെണ്ണിനെയാണെന്നോ. അപ്പോൾ സച്ചിയാണെങ്കിൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയുടെ മുഖം ഒന്നും കാണിക്കാതെ രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. നീ ഇവിടെ കിടന്നോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് എടാ 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 നിനക്ക് നാണമില്ലേടാ, ഞാൻ വിചാരിച്ചു നിനക്ക് കുടി മാത്രം ഉള്ളെന്ന്, അപ്പോൾ നിനക്ക് ഈ പരിപാടി ഉണ്ടല്ലേടാ, എടാ നിനക്ക് നാണമില്ല, എവിടെടാ രേവതി എവിടെ? എനിക്കറിയാമല്ലോ രേവതി എവിടെയെന്ന്. ഓഹോ അത് ശരി, അപ്പം രേവതി ഇല്ലാത്ത തക്ക നോക്കി നീ ഈ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നതാണല്ലേ, എവിടെ നിന്ന് കിട്ടിയടാ ഈ പെണ്ണിനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ബോംബെന്ന് വരുത്തിയതാ ഞാൻ ഈ പെണ്ണിനെ എന്ന് പറയുകയാണ് സച്ചി. അപ്പോഴേക്കും ശ്രുതിയാണല്ലോ അയ്യോ നാണക്കേട്, ഇവനൊക്കെ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? എടാ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഈ ഭാര്യ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്, മനസ്സിലായോടാ? ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ ശ്രുതി. അപ്പോൾ ഇവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അപ്പോഴേക്കും സച്ചി പുറകോട്ടല്ല നേരത്തെ കാര്യം, ഇവിടെ സകലവർക്കും അറിയാം നിനക്ക് എന്തോരം പെണ്ണുങ്ങളുണ്ടായിരുന്നെന്ന്, അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. അപ്പോഴേക്കും ചന്ദ്ര എടാ ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഇവളെ ഇപ്പം തന്നെ പറഞ്ഞു വിട്ടോ. അത് ശരി, നീ ഏതോ സ്ഥലത്തു നിന്ന് കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ കൂത്താടുകളാണല്ലേടാ, എടാ നിന്നെ ശരിയാക്കി തരാടാ. അപ്പോൾ വർഷയ്ക്ക് ശ്രീകാന്തിനാണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ സച്ചിയേട്ടനെ വിട് സച്ചിയേട്ടാ, അമ്മ എന്തൊക്കെയാ പറയുന്നു, മിണ്ടാതിരിക്കും അവിടെ. മോളെ നീ കിടന്നപ്പോൾ നീ എങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്നെ ചേർത്ത് പിടിക്കുകയല്ലേ ഞാൻ. അപ്പോൾ ഞാനിപ്പം തന്നെ രേവതിയെ വിളിക്കും. നിന്റെ അഴിഞ്ഞാട്ടം ഞാൻ അവസാനിപ്പിച്ച് തരാടാ, നിന്നിപ്പം തന്നെ നിന്റെ രേവതി ഇപ്പം തന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വല്ലാത്തൊരു ഇതെല്ലാം കാണിച്ചു കൂട്ടുക. വിളിക്ക് നിങ്ങളിപ്പം തന്നെ വിളിക്കുക, ഞാനിപ്പോൾ തന്നെ വിളിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ട് തിരികെ ഹലോ അമ്മേ, വിളിക്കണ്ട, ഇത് രേവതി തന്നെയാണ്. അപ്പോൾ ചന്ദ്രാകെ ചമ്മി നാറിൻ്റെ അവസ്ഥയിലപ്പോൾ ബാക്കി എല്ലാവരും. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തൊക്കെ പറയണം വേണം അവർക്ക് അങ്ങനെ തന്നെ കിട്ടണം. അമ്മേ പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്നല്ല അമ്മേ, ഞാൻ തന്നെയായിരുന്നോ? അയ്യോ നീ തന്നെയായിരുന്നോ? അത് പിന്നെ ഞാനൊരു ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണേ, പൂവൊക്കെ ഞാൻ ഓഡിറ്റോറിയത്തിലും കല്യാണ പന്തലിലൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ഈ വേഷം കെട്ടിയതാണ് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിനക്ക് വേറെ ഒരു പണിയില്ലടി, നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ നിനക്ക് പുറത്തു പോയി എടുത്തൂടെ? എന്തിനാണ് ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് കോപ്രായം കാണിക്കുന്നത്? ചുമ്മാ മനുഷ്യന് തലവേദന ഒപ്പിക്കാൻ വേണ്ടി നിനക്കൊക്കെ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മേ അത് പിന്നെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചല്ലേ? സച്ചിയേട്ടൻ വേറെ ഏതോ പെണ്ണിനെ കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷനായി, അതുകൊണ്ട് അമ്മ എന്നെ വിളിക്കാനായിട്ട് ഒരുങ്ങിയതല്ലേ? മനസ്സിലായി അമ്മേ, അമ്മയുടെ മനസ്സിലെ സ്നേഹം തിടഞ്ഞപ്പോൾ അയ്യടാ ആ സ്നേഹമൊന്നും അല്ല, ഇവൻ കണ്ട പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അത് ഓർത്തിട്ടാണ് നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചത്, ഇവൻ്റെ തോന്നിയാസം നിൻ്റെ മുന്നിൽ കാണിക്കാൻ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കയറി പോവാണ്. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ, എടാ നിനക്ക് നാണം ഉണ്ടാടാ ചോദിച്ചപ്പോഴേക്കും നിൻ്റെ അത് ഞാൻ പറഞ്ഞു തരണോ? അപ്പോഴേക്കും ശ്രുതി അവനെ വിളിച്ചുകൊണ്ട് നേരെ മേളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചേട്ടാ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നല്ലേ? അത് ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലോ സ്നേഹം ഉണ്ടെന്ന്. ഉറപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ വളരെയേറെ സന്തോഷം സച്ചേട്ടാ, അതെനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും അവിടുന്ന് പോവാണ്. അങ്ങനെ ശ്രുതി പൈസയും കൊണ്ട് 2 ലക്ഷം രൂപയും കൊണ്ട് ഈ ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുക. അപ്പോൾ ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ശ്രുതി എനിക്ക് പൈസ ഉണ്ടെന്നല്ലോ, എല്ലാം ഓക്കെ, ഇനി അവനെ കൊണ്ട് ഒരു ശല്യമില്ല, അവൻ ക്ലോസ്. അയ്യോ അവൻ മരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അവൻ മരിച്ചിട്ടൊന്നുമില്ല, ഇനി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്, മനസ്സിലായല്ലോ? വളരെയേറെ ഉപകാരം എൻ്റെ ആൻ്റണി, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പൈസ സംഘടിപ്പിച്ചത്, ഇനിയും ചോദിച്ചുകൊണ്ട് വരല്ലേ, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല എന്നൊക്കെ ശ്രുതിയും മീരയൊക്കെ പറയുക. എന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും നവീൻദാസ് വരികയാണ്. ഏതായാലും നമ്മുടെ കളികളെല്ലാം അടിപൊളിയായല്ലേ, ഇനി എൻ്റെ പൈസ തന്നേര്. നിൻ്റെ പൈസയോ? ഇനിയല്ലേ കളി ആരംഭിക്കാനായിട്ട് പോകുന്നത്. ശ്രുതി പണം കായ്ക്കുന്നൊരു മരം തന്നെയാണ്, അവളെ വിട്ട് കളയാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നിങ്ങനെ പറയുമ്പോൾ നവീൻദാസ് അവിടെ കുടുങ്ങി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.